വെൽക്കം ബാക്ക്. ഞാൻ സ്ത്രീയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. അടുത്ത സെഗ്മെന്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട സെഗ്മെന്റ് ആണ് സൗഹൃദം. അതായത് നിങ്ങൾക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, പക്ഷെ ആ ഫ്രണ്ട്സ് 1000-ന്നും 2000-ന്നും പിന്നെ അത് 500 പിന്നെ അങ്ങനെ 400 പിന്നെ കുറഞ്ഞ് നമ്മൾ പെട്ടെന്ന് രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് 1-2 പേര് ഓർമ്മ വരും. 5-6 പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, വിരോധമല്ലേ. അതിനുവേണ്ടി ഒരാളാക്കിയിട്ട് ബാക്കി 5 പേര് വെട്ടിക്കുറയ്ക്കണ്ട. ഞാൻ പറഞ്ഞേ പെട്ടെന്ന് വരുന്ന നമ്മുടെ മനസ്സിൽ 2 പേരും 3 പേരുണ്ടാവും. അങ്ങനെ ഉള്ളൊരു സെഗ്മെൻറ്റാണ് ഈ സൗഹൃദം ഇവിടെ. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആത്മമിത്രത്തിനെ ഇവിടെ കൊണ്ടുവരുന്നു, അവരായിട്ടൊരു ചെറിയ സംസാരം എന്ന് തന്നെ പറയാം. അതിനുശേഷം അതിൻ്റെ ഒരു വിലയിരുത്തലാണ്. അവർ സൗഹൃദം എത്രത്തോളം ഡീപ്പാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു അവരുടെ ക്യാരക്ടർ നമുക്ക് അപ്പോൾ അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സെഗ്മെൻറ്റ്. ഇന്നത്തെ സെഗ്മെൻറ്റിൽ അൽഫോൺസയാണ് നമ്മുടെ അങ്കമാലിയിലെ. അൽഫോൺസിന്റെ സൗഹൃദം ആരെയാണെന്ന് അൽഫോൺസ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ടായിട്ട്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സിമി എന്താ ചെയ്യുന്നത്? സിമി ഇപ്പോൾ ഒരു ഇന്റീരിയർ ഡിസൈനിങ് ഫേമിൽ ജോലി ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ബാക്കിയുള്ള നിങ്ങളുടെ സൗഹൃദം നമുക്ക് പിന്നീട് സിമിയും കൂടി കൊണ്ടുവന്ന ശേഷം സംസാരിക്കാം. ഇപ്പോൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, സൗഹൃദം. വെൽക്കം സിമി. താങ്ക് യു. ഇരിക്കൂ. ഫ്രണ്ടിന് മുമ്പിൽ ഇത്ര ബഹുമാനമൊന്നും വേണ്ട, ഇരിക്കാം. അപ്പോൾ നിങ്ങളുടെ സൗഹൃദം എവിടെ തുടങ്ങി? സിമി വർക്ക് ചെയ്യാണല്ലോ, അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെച്യൂർഡ് ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ കാണുമ്പോൾ. സോ യെസ്, സിമി സംസാരിക്കും. ഞങ്ങളുടെ സൗഹൃദത്തിന് എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഓർമ്മകളോ അതല്ലെങ്കിൽ ക്യാമ്പസിലെ ഓർമ്മകളോ ഒന്നുമല്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഏകദേശം ഒരു 10 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ. ഈ 10 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഒരു ആയുസ് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സുഹൃത്താണ് അൽഫോൺസ് ചേച്ചി. എനിക്ക് സുഹൃത്ത് മാത്രമല്ല, മറ്റെന്തൊക്കെയോ ചേച്ചിന്ന് വിളിക്കും. എന്നെക്കാളും പ്രായത്തിന് കൂടുതലുള്ളതുകൊണ്ട് ഏജിൽ ഇത്തിരി വ്യത്യാസം. അപ്പൊ അതിന് ചേച്ചിന്ന് വിളിക്കാം. ഓക്കെ, അൽഫോൺസിക്ക് എങ്ങനെയാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കൂടെ കിട്ടിയ? ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ ഒരു നിമിത്തം തന്നെ സിമിയാണ്. കാരണം മാധ്യമത്തിൽ ഇങ്ങനെ ഒരു ഷോ നടക്കുന്നതിനെ കുറിച്ച് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ സിമിയാണ്. അൽഫോൺസ് ചേച്ചി ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആ പേപ്പർ കട്ടിങ് എൻ്റെ അടുത്ത് കൊണ്ട് തന്നു, സിമി തന്നു. അങ്ങനെ പിന്നെ ഈ പറഞ്ഞോണം ഞാൻ സിമിയെ ആദ്യം കാണുന്നത് 10 വർഷം മുൻപ് അങ്കമാലി ജോയി ആലുക്കാസിൽ വെച്ചിട്ടാണ്. സിമിയുടെ വിവാഹത്തിന്റെ ആഭരണങ്ങളും വസ്ത്രവും എടുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ബ്രദറിന്റെ കുട്ടിയുടെ കസിനാണ് സിമി. അപ്പം എൻ്റെ അടുത്ത് ലിൻസി പറഞ്ഞു, ആൻറ്റി ഇത് സിമി, ബിനു കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. എന്നിട്ട് പിന്നെ അടുത്തത് എന്നോട് പറഞ്ഞത് ഇത് സിമിയുടെ അമ്മ, സിമിയുടെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നു. സിമിയുടെ അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു അപ്പം ഞാനിങ്ങനെ നോക്കി സിമിയെ. അപ്പം തന്നെ ഞാൻ ഈ കുട്ടീനെ ശരിക്കും ഒന്ന് നോക്കി. പക്ഷെ അപ്പം ഒന്നും ചോദിക്കാൻ പറ്റില്ലായിരുന്നു. കാര്യം സിമിയുടെ ഫാദർ മരിച്ചു, ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ബ്രദറും മരിച്ചു. പിന്നെ സിമിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയെ വിവാഹം ചെയ്തിട്ടേ മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയും ഇന്ന് ലോകത്തിൽ ഒരു മകളും ലോകത്തിൽ ചെയ്യാത്ത ഒരു കാര്യമാണ് സിമി ചെയ്തത്. കാര്യം വേറൊരു ബ്രദറോ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് സിമി വിചാരിച്ചു ഒരു പക്ഷേ എൻ്റെ അമ്മേനെ ഞാൻ കൂടെ കൊണ്ടുപോയാൽ പിന്നീട് അമ്മയ്ക്ക് അത് വിഷമമുണ്ടാവും, ഇല്ലെങ്കിൽ അത് അവരുടെ ലൈഫിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതാണ് ഏറ്റവും എനിക്ക് അത് ആ ഒരു കൊളുത്ത് എനിക്ക് അപ്പം തന്നെ എൻ്റെ മനസ്സിൽ വീണു സിമിയെ കണ്ടപ്പോൾ. പിന്നീട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ റിലേറ്റീവ് ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു എൻ്റെ കസിനാണ് ഈ കുട്ടീനെ കെട്ടിയത്. അപ്പോൾ പിന്നെ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. അതിനുശേഷം അപ്പോഴൊന്നും എന്തോ ഒന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. പിന്നെ പല പ്രാവശ്യം കണ്ടുമുട്ടിയിട്ടുണ്ട്. സിമി ഈക്വലി ടാലന്റഡ് ആണെന്ന് എനിക്കറിയാം. വളരെ പ്രസിദ്ധമായ ഒരു ഷോയിലെ 2nd വിന്നറാണ് സിമി. അപ്പോൾ ഈ നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഇതിൽ അൺലൈക്ക് പോൾസ് അട്രാക്ട് ആണോ ലൈക്ക് പോൾസ് ഡീവിയേറ്റ് എന്ന് പറഞ്ഞ മാതിരിയാണോ? എന്താണ് നിങ്ങളുടെ ഒരു? ഞങ്ങൾ തമ്മിൽ കുറേ കാര്യങ്ങൾക്ക് ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ ഒരേ മാസമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാരക്ടർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നമുക്കൊന്നൊരു ഡ്രസ്സ് എടുക്കാൻ പോവാം, എന്നിട്ട് ഞങ്ങളിങ്ങനെ ചെന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ഇങ്ങനെ ഡ്രസ്സ് നോക്കി സെയിം സാധനത്തിൽ ഒരുമിച്ച് പോയി ഇങ്ങനെ പിടിക്കും. അതൊരിക്കലും ഞാൻ എനിക്ക് ചിക്കൻ പോക്സ് പിടിച്ചു കിടക്കുന്ന സമയത്ത് ഞാൻ സിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, സിമി എൻ്റെ മൂത്ത കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മക്കള് എന്നെ അംഗീകരിക്കുന്ന ഒരു പ്രധാന കാര്യം എൻ്റെ ഡ്രസ്സ്. കാര്യം മമ്മി മതി ഞങ്ങൾക്ക് സെലക്ട് ചെയ്താൽ, കാരണം അവർക്ക് അത്
അത്ര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ സാധനം കൊണ്ടുവന്ന് സിമി കൊടുത്തു വെച്ചു, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ബർത്ത്ഡേക്ക് ഞാനിത് കൊടുത്തപ്പോൾ മോള് ചോദിച്ചു, മമ്മി അതിനെ ഇടയ്ക്ക് ഈ അസുഖത്തിൽ എങ്ങനെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചിരി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞു സിം ചേച്ചി സെലക്ട് ചെയ്താന്ന് പറഞ്ഞു. പക്ഷെ കുട്ടികളുടെ വിചാരം ഞാൻ സെലക്ട് ചെയ്തതാണ്. അപ്പൊ അത്രയ്ക്ക് അതാണ് സിമിലാരിറ്റി. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിൽ കൂടെ തന്നെ വേറെ ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗംഭീരമായിട്ട് അടി ഉണ്ടാക്കും. പക്ഷെ അവർ തിരിച്ച് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ തിരിഞ്ഞു വരും. നിങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? രാഷ്ട്രീയപരമായിട്ടോ അങ്ങനത്തെ പല ഇതുണ്ടല്ലോ, അതോ എന്ത് കാര്യത്തിലും? അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല. എങ്കിലും എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പൊക്കെ അത് ശരിയാണോ, കുറച്ചും കൂടി എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അത് ശരിയാവോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആവുമോ എന്നുള്ള ഒപ്പീനിയൻ ചോദിക്കാറുണ്ട്. പിന്നെ അൽഫോൻസ് ചേച്ചി ഈക്വലി ടാലന്റഡ് ആണ്, പല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പല സന്ദർഭങ്ങളിലും അങ്ങനെ ചെയ്താൽ മതിയുടെ സിമി, അതാണ് നല്ലതെന്ന് ഇങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് ഉള്ളിലുണ്ട് എന്ത് ചെയ്യാനും. അതെ, ഒരു സ്ട്രെങ്ത്. അത് മാത്രമല്ല, ഇപ്പൊ മാം പറഞ്ഞ പോലെ ഞാൻ ആ ഒരു റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ പോയി. അപ്പോഴൊക്കെ പല റൗണ്ട്സിലും ഞാൻ എനിക്കിങ്ങനെ ഭയങ്കര വിഷമമുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച്, അയ്യോ എന്ന് ഞാൻ വേഗം വിളിക്കും, അയ്യോ എന്താ ചെയ്യാൻ, ഞാൻ ആകെ ഒരു ഡെസ്പാണ്. അപ്പൊ പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ എന്നാ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഈശ്വര വിശ്വാസികളാണ്. എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് പറയും ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ വേദിയിൽ ഇവർ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ അൽഫോൺസിന്? ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ പെട്ടെന്ന് റിയാക്ട് ചെയ്യാറുണ്ട്, ചില കാര്യങ്ങളിൽ എടുത്തു ചാടി റിയാക്ട് ചെയ്യാറുണ്ട്. അത് ഭാവിയിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള ആഭ്യന്തരമന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നത് പോലെ അല്ല സിമി റിയാക്ട് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ എൻ്റെ പ്രൊഫഷൻ്റെ ഒരു ഇതായിരിക്കും ഞാൻ അങ്ങനെ, പക്ഷെ സിമി പറഞ്ഞോണം വേറെ രീതിയിലായിരിക്കും അത് പറയണേ. അപ്പൊ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും അത്. ഈ സംസാരം ഇവിടെ നിൽക്കട്ടെ, ഞാൻ ജഡ്ജസിന് ചോദിക്കണം, ഇവരുടെ സൗഹൃദം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? 10 വർഷമായല്ലേ? 10 വർഷം കണ്ടിട്ട്, പക്ഷെ ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക്. 8 വർഷം. ഈ 8 വർഷത്തിനിടയിൽ വാസ്തവത്തിൽ നിങ്ങളുടെ ഒരു ജീവിതത്തിലെ ഒരു നല്ല വളരെ ക്രൂഷ്യലായ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ സുഹൃത്തുക്കളാവുന്നത്. കാരണം സ്ത്രീകൾക്ക് സൗഹൃദം ഏറ്റവും ആവശ്യമുള്ളത് വിവാഹത്തിന് ശേഷം കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഉള്ള ആ ഒരു പ്രായത്തിലാണെന്ന് തോന്നുന്നു. ഒരു 30 മുതൽ 40 വരെയുള്ളൊരു പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് തോന്നാവുന്ന എന്തെങ്കിലും ഒരു സംഭവം പങ്കുവയ്ക്കാനുണ്ടോ നിങ്ങളുടെ ബന്ധത്തിൽ? സിമിയുടെ ആണ് രണ്ടുപേരെയാണോ? രണ്ടിലൊരാളുടെ. സിമി ഇപ്പോൾ പോയപ്പോൾ ജോലിയുള്ള ഒരു ഫേമിൽ, അപ്പം സിമി എന്നോട് ചോദിച്ചു, ചേച്ചി ഞാൻ എന്താ ചെയ്യണ്ടേ, കാര്യം ജോലിയുണ്ട്. അപ്പോൾ സിമിയുടെ ഹസ്ബൻഡും നല്ല ഒരു ഇതിലൊക്കെ. അപ്പം ഞാൻ സിമിയോട്, എൻ്റെ കസിൻ്റെ ഒരു ഫേമിലാണ് വർക്ക് ചെയ്യണത്. അപ്പം ഞാൻ സിമിയോട് പറഞ്ഞു, സിമി ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവരോട് സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഫൈനൽ തീരുമാനം നിങ്ങളുടെയാണ്, പക്ഷെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞു. സിമിക്ക് എന്നെ അത് ഫീൽ ചെയ്തു, കാര്യം അവര് കറക്റ്റാണ്. കാരണം ഞാൻ അന്ന് ഒരുപക്ഷെ ഞാൻ അതിന് പോകുന്നില്ല എന്ന് കരുതി ജോലി എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഷോയിൽ പോകാനൊന്നും പറ്റില്ലായിരുന്നു. അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അൽഫോൺസ് ചേച്ചിയാണ്. ഞാനത് പ്രൈസ് വാങ്ങിക്കാൻ കയറി നിന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് നന്ദി പറഞ്ഞതും അൽഫോൺസ് ചേച്ചിക്ക് തന്നെയാണ്, അൽഫോൺസ് ചേച്ചിക്കും അൽഫോൺസിൻ്റെ ഹസ്ബൻഡിനും. അതുപോലെ ഞങ്ങളുടെ ഹസ്ബൻഡ്സ് ആയാലും ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങളുടെ ഈ സൗഹൃദത്തിന് ഒരുപാട് സപ്പോർട്ട് നൽകുന്നതാണ്. ഇത് എൻ്റെ പപ്പയുടെ സിസ്റ്ററിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഞാൻ ഈ സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇന്ന് വന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ അപ്പയോടാണ് ഭയങ്കര സ്നേഹം. എനിക്കൊരു ചെറിയൊരു വട്ടെന്ന് പറയാൻ, ഞാൻ കത്തെഴുതും. മരിച്ചു പോയിട്ട് 12 വർഷമായി. എനിക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ കത്തെഴുതിയിട്ട് കുറേ പ്രാവശ്യം അത് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര റിലീഫ് കിട്ടും. ഒരിക്കലും സിമി പറയാണ് പപ്പയ്ക്ക് കത്തെഴുതിയത്. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ഒരു ഇത് തന്നെയാണ്. ഞാൻ എഴുതിയ കുറേ വരികൾ ഇങ്ങനെ അൽഫോൺസ് ചേച്ചിയുടെ അതേ ഡയറിയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞങ്ങൾ രണ്ടുപേരും കൂടി കരഞ്ഞു കുറച്ചു നേരം. ആ സെയിം അത് ഒരേ വേവ് ലെങ്ത് ചിന്തിക്കുന്നവരാണെന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു. അപ്പൊ ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഇതുപോലത്തെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നല്ലൊരു കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീര മാഡം പറഞ്ഞ മാതിരി ഈ ഘട്ടത്തിലുണ്ടല്ലോ, ഒരുപാട് വിഷമഘട്ടത്തിൽ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അത് ആര് പറഞ്ഞാലും നമുക്ക് ഫ്രണ്ട്സിനായിരിക്കും ഏറ്റവും ബെസ്റ്റ്. രാമനുണ്ണി സാർ, ഇതേ ചോദ്യം വരുന്നു. സിമി അൽഫോൺസയുമുള്ള ഈ ബന്ധം ഇത്ര നന്നായി സുരക്ഷിതമായി നിൽക്കുന്നതിന് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വളരെ സപ്പോർട്ട് കിട്ടും. 100% സാർ, 100%. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നേഴ്സിനായിട്ടും വളരെ മാനസികമായി അടുപ്പം സൂക്ഷിക്കാൻ പറ്റുന്നു എന്നതാണല്ലോ ഇതിൻ്റെ ഒരു കാര്യമായിട്ടുള്ളത്. മറ്റ് പലപ്പോഴും നമുക്ക് കാണുന്നൊരു പ്രശ്നം, ഭർത്താവിനായിട്ടുള്ള തെറ്റലും വൈരുദ്ധ്യവുമാണ് പലപ്പോഴും
സ്ത്രീകളെ അടുപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. അത് വളരെ ഒരു പ്രധാനമായിട്ട് മനഃശാസ്ത്രപരമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. പിന്നെ അമ്മ പിന്നെ വിവാഹം കഴിച്ച് പോട്ടെ എന്നുള്ള ഇതൊരു വളരെ വിശാലമായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ആണുങ്ങൾക്ക് ആൺകുട്ടികൾക്ക് പിന്നെ സ്വന്തം അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പൊസസീവായിട്ട് വെക്കുക ചെയ്യും. അമ്മ പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾ അമ്മയ്ക്ക് വേറൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്ന അച്ഛനായിട്ട് അല്ലാതെയും കൂടി ഇഷ്ടമല്ലാത്തതാണ്. അപ്പം അത് ഒരു സ്ത്രീയുടെ ഒരു നിങ്ങളത് വളരെ ഒരുപാട് ഇടുങ്ങിയ പിന്നെ അസൂയയുടെയും പൊസഷന്റെയും നിന്ന് വിമോചിതരായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ആ അങ്കമാലി ഭാഷയ്ക്ക് യാതൊരു കറപ്ഷനും വന്നിട്ടില്ല കേട്ടോ എന്നതാണ് എനിക്ക് വളരെ ഇതായി. നാടിന്റെ ഭാഷ അതും നിങ്ങളുടെ ഒരു വ്യക്തിത്വം അഭിമാനിക്കുന്നു ഞങ്ങൾ. അങ്കമാലിക്കാര് അങ്കമാലി ഭാഷയെ പറയാൻ പോടും, കോഴിക്കോട്ടുകാര് കോഴിക്കോട്ടുകാരെ ഭാഷ. ഈ അങ്ങനെ സ്റ്റാൻഡേർഡൈസ് ഭാഷ പറയുന്ന ഒരു വ്യാജന്മാരാന്നാ പറയാം. അപ്പൊ ആ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അഭിനന്ദനങ്ങൾ. ബിനോയ് സർ, ഒരു ക്വസ്റ്റ്യൻ. ഞാൻ അഡ്വക്കേറ്റ് ആണ്. ഏത് കോടതിയിലാ? പെരുമ്പാവൂര്. പിന്നെ 5 വർഷം ബ്ലോക്ക് മെമ്പർ ആയിരുന്നു. ചോദ്യങ്ങളൊന്നും എനിക്കില്ല. നല്ലതാണ് സൗഹൃദം. സൗഹൃദങ്ങളെ പറ്റി വലിയ ഒരു നമുക്കെല്ലാം ജീവിതത്തിൽ എപ്പോഴും ഒരു ശക്തിയാണ് സൗഹൃദങ്ങൾ. ചില സൗഹൃദങ്ങൾക്ക് ഡെപ്ത് കൂടും. നിങ്ങളിപ്പോൾ ഒരു ആഴമുള്ള സ്നേഹബന്ധത്തിൻ്റെ ഉടമസ്ഥ രണ്ടുപേരും. അത് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. അതിൻ്റെ പാഠങ്ങൾ എല്ലാവർക്കും നല്ലതുണ്ടാക്കട്ടെ. താങ്ക് യു സർ. നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മെച്ചുവേർഡ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട്. അതിൽ സിമി ചെയ്ത കാര്യം വളരെ വലിയൊരു കാര്യമാണ്. രാമൻ സാർ പറഞ്ഞ പോലെ ഹാറ്റ്സ് ഓഫ് ടു യു. പലരും ഇത് കണ്ടു പഠിക്കേണ്ടതാണ്. അതാണ് സിമിനെ എൻ്റെ ഒരു കൊളുത്ത് വീണു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം എത്രയാണ് മാർക്കിൽ കൊളുത്ത് നമുക്ക് നോക്കാം. ഇത് വളരെ പക്വതയെത്തിയൊരു ബന്ധമാണ്. 1. 2, അവർ രണ്ടുപേരും മറ്റേയാളെ സുഹൃത്തായിട്ട് സ്വീകരിക്കാനുള്ള കാരണങ്ങൾ വളരെ വ്യക്തമാണ്. അത് അതിപരിചയം കൊണ്ടോ ഒന്നും ഉണ്ടായതല്ല. അത് ഓരോരുത്തരുടെയും ഗുണഗണങ്ങൾ വിശകലനം ചെയ്തും അത് പൊരുത്തപ്പെടുന്നു എന്ന് കണ്ടെത്തിയും ഉണ്ടായ ഒരു തീവ്രമായൊരു ബന്ധമാണ്. 8.5 മാർക്ക്. 8.5 മാർക്ക് സൗഹൃദം എന്ന സെഗ്മെന്റിൽ അൽഫോൺസയ്ക്ക് കിട്ടുന്ന 8.5 മാർക്കാണ്. സിമി എന്ന വളരെ നല്ലൊരു ഫ്രണ്ട് ഇവിടെ വന്ന് നമ്മളോട് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു. ഒരുപാട് നല്ല കാര്യങ്ങളിൽ പഠിക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ഇതും ഒരു മാതൃകയാണ്. അപ്പോൾ ഈ സെഗ്മെന്റ് സൗഹൃദം എന്ന ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സെഗ്മെന്റിനെ കാത്തിരിക്കുക. സി യു ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. ഇന്ന് ബോംബെയിലെ ടാറ്റ